ശരണ്യ, എന്തോ ഇന്ന് എന്താണ് നമ്മുടെ പാചകം? നമ്മുടെ കൂട്ടുകാരോടൊന്ന് പറഞ്ഞേ. ഇന്ന് നമ്മൾ അച്ചാറിടാൻ പോകുന്ന ചക്കക്കുരു. ചക്കക്കുരു അച്ചാറ് ആണ്. അതാണ് വാദിക്കയിരുന്ന് തന്നെ അരിയണത്. അല്ല, ഇവര് വന്നപ്പോ ഇവരുടെ വർത്താനം പറഞ്ഞു. അത് നമ്മുടെ അച്ചിക്കുട്ടിയും കണ്ണനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഇവരോട് വർത്താനം പറഞ്ഞോണ്ടിരുന്ന് അരിയൻ. അപ്പൊ കണ്ടാ കൂട്ടുകാരെ, അങ്ങനെ ചക്കക്കുരു ഇങ്ങനെ ചെറിയ പീസായിട്ടൊക്കെ അരിയുന്നുണ്ട്. അപ്പൊ ഇത് മൊത്തം അരിഞ്ഞിട്ടൊക്കെ കാണിക്കാം അല്ലേ. അച്ചിക്കുട്ടിയും കണ്ണനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരോട് വർത്താനം പറഞ്ഞോണ്ടിരുന്നാണ് നമ്മുടെ ശരണ്യതേ ചക്കക്കുരുവൊക്കെ അരിയുന്നത്. അച്ഛനും അമ്മയൊക്കെ കണ്ടാതെ മിച്ചറൊക്കെ പാക്കിങ്ങിലാണ്. ശരണ്യ, അല്ലേ ആയില്ലേ? അരിഞ്ഞു തീർന്നോ? റാഗിപ്പൊടി കൊണ്ടുള്ള അല്ലേ? ആഹാ, എല്ലാ ദിവസവും അമ്മയും മകളും കഴിക്കുന്ന ഒരു ഫുഡാണല്ലേ റാഗിപ്പൊടി. പാലുമായിട്ടൊക്കെ മിക്സ് ചെയ്ത്. അപ്പൊ നമ്മുടെ കൂട്ടുകാരെ അരിഞ്ഞതൊക്കെ ഒന്ന് കാണിച്ചേ. കണ്ട, അതെ. അപ്പൊ അതെ, അമ്മ എടുത്തോണ്ട് വന്ന് അരിഞ്ഞു വെച്ചത് കണ്ട. ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടൊക്കെ അരിഞ്ഞ്. അപ്പൊ ഇനി ഇത് അച്ചാറിടാം. ആ, അമ്മ ഹായ് പറഞ്ഞില്ല. അതെ, ഇത് അച്ചാറിടാൻ ഇനി എടുക്കട്ടെ സാധനം. ശരണ്യ, ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇനി അടുപ്പയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ കുക്കറിനകത്തല്ല വെക്കാം. കുക്കറിനകത്ത് ഇട്ടാൽ പെട്ടെന്ന് വെന്ത് പോകും. അത് നമുക്കൊരു ചട്ടിക്കകത്ത് എന്തായാലും വെക്കാം. വെച്ച് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് എണ്ണക്കകത്തിട്ട് മൂപ്പിച്ച് അത് നമ്മൾ കാണിച്ചു തരാം. ശരി. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. കണ്ട, അങ്ങനെ വെന്ത് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എടുത്ത് ഇങ്ങോട്ട് വെക്കാം. അമ്മ വെളുത്തുള്ളി എല്ലാം അരിഞ്ഞമ്മ. കൂട്ടുകാരെ, അങ്ങനെ അതെ അമ്മ അതെ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു കൊടുക്കാൻ പോണുണ്ട്. ശരണ്യനെ സഹായിക്കുകയാണ്. ഞാനില്ലേ പാത്രം വെച്ച് നമ്മുടെ ചക്കക്കുരു എണ്ണക്കകത്തിട്ട് ഒന്ന് കോരി എടുക്കണം. എന്നാ ശരി, അഥവാ പണി നടക്കട്ടെ. അങ്ങനെ ശരണ്യ അതെ ഇതിലായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെ അതിലേക്ക് ചക്കക്കുരു വെള്ളം ഇല്ലാതെ ഊറ്റിയെടുക്കുകയാണ്. ഇനി അതെ ചക്കക്കുരു നമ്മുടെ വെളിച്ചെണ്ണയിലൊക്കെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ കിടന്ന് ചക്കക്കുരു ഒക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടൊക്കെ കാണിക്കാം അല്ലേ. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ ശരണ്യത അതൊക്കെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട, വറുത്ത് ഇങ്ങനെ ഒരു ബ്രൗൺ കളറാക്കണം അല്ലേ. എന്നിട്ട് വേണം ചെയ്യാൻ. ഇച്ചി മൊരിഞ്ഞു പോയാ മുരുവ് കൂടിപ്പോയാ ഉള്ള കാര്യം ശരണ്യ പറഞ്ഞു. അപ്പൊ ഇത് വറുത്തിട്ടൊക്കെ എടുക്കാം. കാരണം ഈ എണ്ണയൊക്കെ വറുക്കണം. ഇത് കണ്ടിട്ട് എനിക്ക് ചുമ വരാൻ. ആ ശരണ്യ, തുടങ്ങിയ നമ്മുടെ പരിപാടി. ആ എണ്ണയിലാട്ട് തന്നെയാണോ ചെയ്യുന്നത്? അത്ര എണ്ണ വേണം. അത് വേണം. അതെ അതെ, ചെയ്യാം. അപ്പൊ അങ്ങനെ ഇനി എന്താണ് ചെയ്യണ? കടുക് പൊട്ടിക്കണം. അപ്പൊ നമ്മൾ കടുകിട്ട് കടുക് അങ്ങോട്ട് പൊട്ടട്ടെ. പൊട്ടിക്കോ. ആവശ്യത്തിന് പൊട്ടിക്കോ അല്ലേ? പിന്നെ അങ്ങനെയൊന്നും വീഴിയല്ല. അമ്മ രാവിലെ തന്നെ അടുക്കള ദേവലോകം ആക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ അതൊക്കെ കടുക് ഇത്ര എണ്ണയിലിട്ടതുകൊണ്ട് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. കാരണം എണ്ണ കൂടുതലുണ്ടല്ലോ. എണ്ണ ഇച്ചിരി ചൂടാകുന്നത്. അതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ കടുകൊക്കെ പൊട്ടാൻ തുടങ്ങി. ഞാൻ ഓർത്ത് എന്താണ് പൊട്ടാത്തത്. എന്റെ സങ്കടം തീരുന്നു. ഇതെന്താണ് പൊട്ടാത്തത് പറഞ്ഞില്ലേ. ചൂടാകുമ്പോ പൊട്ടുവന്നു. അപ്പൊ പൊട്ടിയിട്ടുണ്ട്. ഇനി എന്താണ്? ഉലുവ. അപ്പൊ അങ്ങനെ ഉലുവ കൂടി ഇട്ടിട്ടുണ്ട്. ഉണക്കമുളകും പച്ചമുളകും മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. അതെ, അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും ഉണക്കമുളകും എല്ലാം കൂടി എണ്ണയിലിട്ട് മൂപ്പിച്ചോണ്ടിരിക്കണം. അങ്ങനെ വേപ്പല കൂടി ഇട്ട് ഇരിക്കുകയാണ്. അതെ, ഇനി ഒന്ന് ഇളക്കി റെഡി ആകട്ടെ അല്ലേ? എന്താണ് മാറി നിൽക്കുന്നത്? ചക്കക്കുരുവും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചക്കക്കുരുവും കൂടി ഇട്ട് ഇതിലായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇപ്പൊ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. നമ്മുടെ കായപ്പൊടി അല്ലേ? അപ്പൊ കായപ്പൊടിയാണ് ഇട്ടോണ്ടിരിക്കുന്നത്. ഇനി കട്ടക്കായ, അത് പൊടിയാണല്ലോ. ടിന്ന് എന്നാ ആ നേരത്ത് ശരണ്യ ഉടനെ മുളക് പൊടിയൊക്കെ ഇട്ടോണ്ടിരിക്കുക. ഇല്ല, ഇടാൻ പോണു. കാശ്മീർ മുളക് പൊടി ആകുമ്പോ നല്ല ചുവപ്പായിരിക്കുവേ. അതെ അതെ. നല്ലതായിരിക്കും. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തോണ്ടിരിക്കും. ഞാൻ തിന്നിട്ടില്ല, ഇവിടെ ആദ്യം തന്നെ. അമ്മ തിന്നിട്ടുണ്ടോന്ന് ചോദിച്ചപ്പോ ആ അതെ, ഇതൊന്ന് നിർത്തിയിട്. അടിപൊളിയാ. ഇളക്കി കൊടു. നമുക്ക് മറന്നു പോയാ? ആ അത് തന്നെ. അച്ഛനറിയാം ഇന്നതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാനത് പൊളിച്ചല്ലേ. ചെന്നെ ഓർത്ത എന്താണെന്ന് പറയാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. കായം ഒരാൾ പൊട്ടിക്കാൻ പോയിട്ട് ഇത്ര നേരമായിട്ട് കായം പൊട്ടിച്ചില്ലേ? ആ കിടക്കട്ടെ, ചേച്ചി കായം കൂടുതൽ കിടക്കാം. അപ്പൊ ഇനി കായം കൂടി. കായം കൂടി പോയ ഉത്തരവാദിത്തം അമ്മയുടെ, എന്റെ അല്ല കേട്ടോ. അതെ. അപ്പൊ ഇനി തീ കത്തിക്കണ്ടേ? ഇനി വേണ്ട, തീ കത്തിക്കണ്ട. അപ്പൊ ആ വേപ്പിലൊക്കെ എങ്ങനെ ഒന്ന് കരിഞ്ഞു കിട്ടും? അല്ല, അതിന് മുമ്പ് നമ്മള് വേപ്പില മൂപ്പിച്ച് ചേർത്തായില്ലല്ലോ. ആ ഇത് മുമ്പ് ചേർത്തായിരുന്നു. ചേർത്തേ. അപ്പൊ പുറത്തോട്ട് ഇട്ടത് മാത്രമേ ഉള്ളൂ. വിനാഗിരി ഒഴിക്കാം. വിനാഗിരി ഒഴിക്കാറായ? തണുത്ത് മാറും. ഒഴിക്കാൻ മതി, ഒത്തിരി പുളിപ്പ് വേണ്ട കേട്ടോ. ആ നേരെ, പുളിപ്പ് കുറച്ചാ മതി. അതിന്റെ പഴുതി പോലെ നമ്മളെ പുളിക്കും. അപ്പൊ ഇതൊന്ന് വിനാഗിരി ഒഴിക്കട്ടെ. അങ്ങനെ അതിലേക്ക് വിനാഗിരി ഒഴിച്ച് ഒരു സ്വല്പേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം അല്ലേ? എല്ലാരും പോലെ നമുക്ക് ചക്കക്കുരു മെഴുക്കോട്ടി അച്ചാറ് കൂട്ടി കഴിക്കാം. അതെ. അപ്പൊ കണ്ട കൂട്ടുകാരെ, നല്ല അടിപൊളി അച്ചാറായിട്ടുണ്ട്. ആ തവിയൊന്ന് മാറ്റിക്കാൻ അപ്പോഴേ കാണാൻ പറ്റുള്ളൂ. സൂപ്പർ അച്ചാറായിട്ടുണ്ട്. ഇതിനി ഇരിക്കുമ്പോഴേ ഒന്നുകൂടി സെറ്റായി വരുള്ളൂ. കൂട്ടുകാരെ കണ്ട, നല്ല അടിപൊളി ആയിട്ട് നമ്മുടെ ചക്കക്കുരു അച്ചാർ റെഡി ആയിട്ടുണ്ട്. കണ്ട, നമ്മളങ്ങനെ ഒത്തിരി ലൂസ് ആക്കിയിട്ടില്ല അല്ലെ? വിനാഗിരി കൂട്ടി ചാറാക്കാം. അച്ഛൻ മറന്നുപോയാ ഞാൻ പറഞ്ഞു. അതെ 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 അതെ. അച്ഛനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തേ ശരണ്യ. പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ അതെ, അച്ഛൻ ഇച്ചിരി എടുത്തിട്ടുണ്ട്. അമ്മക്കും കൊടുക്ക്. ആദ്യമായിട്ടാണ് ഈ ചക്കക്കുരു അച്ചാറിടുന്നത് ഞാൻ കാണുന്നതും കഴിക്കുന്നതും. അതെ, പക്ഷെ എല്ലാം ശരണയാണല്ല ചെയ്യുന്നത്. കൈ പൊള്ളണം. വേഗം കഴിച്ചു. കൈ പൊള്ളും മുമ്പ് കഴിച്ചു. നല്ലതാണ്, അടിപൊളിയാണ്. ആരും ഇനി ചക്കക്കുരു കളയരുത്, അച്ചാറിട്ട് വെക്കൂ. സൂപ്പർ ആയിരിക്കും. ചക്കക്കുരു കാരണവശാലും കളയരുത്. ഞാൻ ഇത് തമാശയായിട്ട് പറയല്ല, തീർച്ചയായും ഈ ചോറ് തിന്നാൻ ഇത് മതി. അതെ, കാരണം ഇത് നമുക്ക് വേറെ മീനിന്റെ അച്ചാർ വേണ്ട, ഇറച്ചിയുടെ അച്ചാർ വേണ്ട. ഇത് സാധനമല്ലേ, സൂപ്പർ. കൂട്ടുകാരെ, ഇത് കണ്ട, ഇത് നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ലൂസാക്കാം, എന്നാലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആഹാ, അച്ഛന്റെ പിന്നീടും ചോദിച്ചു മേടിക്കുന്നു. കണ്ട അമ്മേ, അച്ഛന്റെ പിന്നെ
മേടിച്ചോണ്ടിരിക്കും. ആ അച്ഛത്തെ പിന്നെ മേടിച്ചോണ്ടിരിക്കുന്നു. എരിവാണ് കുറച്ച് മതി. പിന്നെ അപ്പൊ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ വീഡിയോ. അപ്പൊ ഞങ്ങൾ ഇത്രയുള്ള വീഡിയോ അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂട്ടാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് അതുപോലെ തന്നെ സുഖം തന്നെ. അപ്പൊ അടുത്ത വീഡിയോക്ക് വരുന്നവരെ ബൈ.